BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് പൊട്ടിത്തെറിയുണ്ടായത്. തനിക്ക് നേരെയുണ്ടായ ആക്രമണമാണെന്നും സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്നു. അപ്പോൾ ഇവരും പോലീസുമായിട്ട് സംസാരിച്ചു. ജില്ലയുടെ അധ്യക്ഷനുണ്ട്, വിവിധ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് സംഭവിച്ചത്? ഈ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലേക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും കുടുംബവും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് കൈമാറുന്നുണ്ടോ ഡാനി? പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. തൃശ്ശൂർ സിറ്റി കമ്മീഷണർ തന്നെ ഈ വിഷയത്തിലേക്ക് വരികയും ഇന്നലെ രാത്രി തന്നെ അന്വേഷണം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:45 ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടതെന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നത്. അടുക്കളയിലായിരുന്നു. വീടിന് മുൻവശത്ത് എന്തോ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഉഗ്രസ്ഫോടനമായിരുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ സമീപത്തുള്ള വീടുകളിൽ നിന്നുള്ളവരും പുറത്തേക്ക് വന്നു. എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേർക്ക് എതിരെയല്ല, അതിന് മുൻവശത്തുള്ള നേരെ എതിരെയുള്ള വീടിൻ്റെ മുൻവശത്തെ പുറത്തുള്ള സ്ലാബിലാണ് ഇത് പൊട്ടിത്തെറി ഉണ്ടായത്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നത് ഇത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കാരണം തൻ്റെ വീടിൻ്റെ എതിർവശത്തുള്ളവരുടെ വീടിനും വെള്ള നിറത്തിലുള്ള കാറുണ്ട്. തൻ്റെ വീട്ടിലെ കാറ് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ അടയാളം പറഞ്ഞു കൊടുത്തവർ വെള്ള കാറുള്ള വീട് എന്നായിരിക്കാം പറഞ്ഞു കൊടുത്തത്. അത് കണ്ട് അവിടേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതാവാം എന്നത് തെറ്റിദ്ധാരണയോടുകൂടി എറിഞ്ഞതാവാം. ഇത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ നിഗമനമെല്ലാം. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവ സമയത്ത് ഒരു ബൈക്കിൽ കടന്നു പോയവരെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും നടത്തുന്നത്. ദൂരെ മാറി ഒരു കാറ് കിടപ്പുണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിലൊരു വ്യക്തത വരുത്താനും ആരാണ് ആ സമയത്ത് ഇവിടേക്ക് എത്തിയത്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുകയുമാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും തൃശ്ശൂരിലെ BJP നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു നിർദ്ദേശം നടപടിയുമെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യം, എതിർവശത്തുള്ള വീട്ടുകാർ അവരൊരു പൊതുപ്രവർത്തകരോ മറ്റേതെങ്കിലും രീതിയിൽ ഇടപെടുന്നവരോ ആരും തന്നെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് തൻ്റെ നേർക്കുണ്ടായ ഒരു ആക്രമണമായി മറ്റും കരുതുന്നത് എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാലും ഈ വിഷയത്തിൽ പോലീസ് കുറെ ജാഗ്രതമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. വൈകാതെ ഈ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത സ്ഫോടകവസ്തു എറിഞ്ഞവരിലേക്ക് അടക്കം അന്വേഷണം എത്തും. അവരെ കണ്ടെത്താൻ കഴിയും എന്നതാണ് പോലീസിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന സൂചന. രഞ്ജിത്ത്, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.